ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും ഹബി സ്റ്റിച്ചിങ് വേൾഡിൻ്റെ പുതിയൊരിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ബീച്ചിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കസിൻസ് എല്ലാവരും ഉണ്ടായിരുന്നു. നമ്മളവിടെ 2-3 ദിവസം നിൽക്കാൻ പോയതാണ്. അപ്പം ഇതെൻ്റെ ഒരു വകയിലൊരു അനിയനായിട്ട് വരും. ഓക്കെ, അർഹം എന്നാണ് കേട്ടോ പേര്. പാവൂണി ഭയങ്കര ഇഷ്ടമാണ് അവനാ. നമ്മൾ മണ്ണ് വാരി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഭയങ്കര രസമാണ് ഗൈസ്. ഞാൻ എൻ്റെ അടുത്ത് ഡോൾഫിൻ ഉണ്ടാക്കാം, നിൻ്റെ കാലിതേപോലെ വെക്കണേ എന്നൊക്കെ പറയുവാണ്. എന്നിട്ട് ഇപ്പോൾ വയലറ്റ് ചെയ്തിരിക്കുന്ന ഇതവരെല്ലാവരും നമ്മുടെ കസിൻസാണ് ഗൈസ്. യെസ്. ഭയങ്കര രസമായിരുന്നു. ഇനിയിപ്പോൾ സ്കൂൾ ഷോപ്പിങ്ങിന് പോകുന്നുണ്ട്. പിന്നീട് എന്താണ്, എല്ലാവരും താഴെ ഇരിക്കുകയാണ് ഗൈസ്. അർഹവും എല്ലാവരും താഴെ ഇരിക്കുകയാണ്. ഞാൻ മാത്രം വോയിസ് ചെയ്യാൻ വേണ്ടി മുകളിൽ കയറി വന്നതാണ്. ആൻഡ് ഇതുവനാണ് അർഹം എന്ന് പറയുന്നത്. ഞാൻ അവനിപ്പുറത്തോട്ട് ഇപ്പം കൈ വന്നത് ഹാജതാത്തയാണ് കേട്ടോ. എൻ്റെ കസിനാണെന്നൊക്കെ പറയാം. ഓക്കെ. അപ്പം കഴിഞ്ഞിട്ട് നമ്മൾ ആ മല ഉണ്ടാക്കിയ മല നമ്മൾ പൊളിക്കുവാണ് ഗൈസ്. ഭയങ്കര രസമാണ് ഇങ്ങനെ മണ്ണിലൊക്കെ ഇരുന്ന് കളിക്കാൻ. പിന്നെ തിര അടിച്ചിട്ട് മണ്ണെല്ലാം നനഞ്ഞ് കിടക്കുമായിരുന്നു. പിന്നെ ഭയങ്കര ശക്തമായ രീതിയിൽ തിര അടിക്കുന്നുണ്ടായിരുന്നു. അതാണ് നമ്മളിങ്ങനെ ദൂരെ മറിയാണ് ഇടുന്നത്. പിന്നെ ഇതൊക്കെ ബീച്ചിൻ്റെ ഓരോരോ പാർട്ടുകളാണ് ഗൈസ്. പിന്നീട് ഇതാണ് നമ്മൾ പോയ ഒരു കന്യാകുമാരി ബീച്ച് എന്ന് പറയുന്നത്. ഇറ്റ് വാസ് സോ നൈസ്. പിന്നീട് അർഹത്തിന് ഹെലികോപ്റ്റർ വേണമെന്ന് പറഞ്ഞ്, പക്ഷേ ആ ഹെലികോപ്റ്റർ പൊങ്ങി പറക്കുന്നില്ല. അതുകൊണ്ട് അർഹത്തിന് നാളെ വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞു ഗൈസ് ആ ഹെലികോപ്റ്റർ. അത് കഴിഞ്ഞിട്ട് കളിപ്പാട്ടക്കടകൾ എനിക്ക് വേണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ 8ാം ക്ലാസ്സിലായി, എനിക്ക് എന്തിനാണ് കളിപ്പാട്ടം, അവിടെ ബബിള്, അതേപോലെ തന്നെ അർഹത്തിന് ഉന്തുവണ്ടി വാങ്ങിച്ചു കൊടുത്ത് ഗൈസ്. ഉന്തുവണ്ടി ഞാൻ അവനെ ഉരുട്ടിക്കൊണ്ട് നടക്കുമായിരുന്നു. പിന്നെ നമ്മൾ ഇങ്ങ് താഴെ ഇറങ്ങി വന്ന് കണ്ടോ, തിര ഭയങ്കരമായിട്ട് അടിക്കുന്നുണ്ട്. അതൊന്നും അല്ലായിരുന്നു, ലാസ്റ്റൊക്കെ ആയപ്പോൾ ഭയങ്കര തിരയായിരുന്നു. പിന്നെ നമ്മൾ ഒരു 9:30 ആയപ്പം ഇവിടെ നിന്ന് 8 മണിക്ക് ഇറങ്ങി ഗൈസ്. പിന്നെ ഫുഡൊക്കെ കഴിച്ച് 9:30 ആയപ്പോൾ അവിടെ എത്തി. അവിടെ നിന്ന് പിന്നീട് 12-12:30 ഒക്കെ ആയപ്പോഴാണ് നമ്മൾ വീട്ടിൽ വന്നത് ഗൈസ്. ഒരുപാട് താമസിച്ചു ഉറങ്ങാൻ. പിന്നെന്താ, ഭയങ്കര രസമാണ് കണ്ടോ, ഇത്രയും ഭയങ്കരമായിട്ട് തിര അടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ എന്ത് പറയണം, ഭയങ്കര രസമായിരുന്നു. ഇനിയിപ്പോൾ സ്കൂൾ ഷോപ്പിങ്ങിൻ്റെ വീഡിയോ ഇടാം ഗൈസ്. പിന്നെ തോനെ തിര അടിച്ചു, അതുകൊണ്ട് ഞങ്ങൾ കടലിൽ ഇറങ്ങിയില്ല. കടലിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ വണ്ടിയിലിരിക്കാനും പറ്റില്ല. പിന്നെ ഭയങ്കരമായിട്ട് തിര അടിക്കുന്നുണ്ട്. സാധാരണ ശംഖുമുഖത്ത് പോകുമ്പോൾ ഇത്ര തിര ഉണ്ടാവാറില്ല, പക്ഷേ ഇപ്രാവശ്യം ഉണ്ടായിരുന്നു. നല്ല തിര ഉണ്ടായിരുന്നു, രാത്രി ആയതുകൊണ്ടേ. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഐസ്ക്രീമൊക്കെ വാങ്ങണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയ അടുത്തുനിന്ന് ഫെലൂഡയൊക്കെ വാങ്ങിച്ച് കുടിച്ച് ഫ്രൂട്ട് സലാഡൊക്കെ കഴിച്ചിട്ടായിരുന്നു വന്നത്. അതുകൊണ്ട് ഒരുപാട് തണുപ്പ് കഴിക്കേണ്ടെന്ന് വെച്ചു. പിന്നീട് എന്താ പറയുന്നത്, ഈ തിര തന്നെയാണ് പിടിക്കാൻ അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ ഒരുപാട് ഉണ്ടായിരുന്നു ഗൈസ്, ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. അപ്പം പിടിക്കാനൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഒരു സ്ഥലത്ത് മണ്ണിൽ പോയി അങ്ങ് ഇരിപ്പായി. പിന്നെ ഇപ്പോൾ ഈ കാണുന്നത് ഇന്ത്യൻ കഫേയാണ് കേട്ടോ. ഇന്ത്യൻ കഫേയാണ്, ഒരു ഹോട്ടലാണ്. പിന്നീട് ഇപ്പോൾ നമ്മളുള്ളത് ട്രിവാൻഡ്രത്താണ് കേട്ടോ. ശംഖുമുഖത്താണല്ലോ, ശംഖുമുഖം ട്രിവാൻഡ്രമാണ്. അപ്പോൾ എൻ്റെ കസിൻ്റെ വീട്ടിൽ നിൽക്കാൻ വന്നതാണ്, വെക്കേഷനൊക്കെ ആയതുകൊണ്ട്. അപ്പം ഞായറാഴ്ച നമ്മൾ തിരിച്ച് പോകും. ഇന്ന് നാളെയും കൂടെ ഉള്ളു ഗൈസ്. ഓക്കെ. പിന്നീട് എന്താ പറയുന്നേ, പിന്നെ നമ്മൾ കുറേ നേരം ഓടിയൊക്കെ കളിച്ചു ഗൈസ്. നമ്മൾ തോനെ നേരം ഓടിക്കളിച്ച്, ഇഷ്ടംപോലെ നേരം നമ്മൾ ഓടിക്കളിച്ച്. പിന്നെ ഇന്ന് അത്യാവശ്യം നല്ലോണം ഇന്നലെ താമസിച്ചാണ് കിടന്നത്. അതുകൊണ്ട് ഇന്നലെ ഒരുപാട് നേരം ആയി. ഇന്ന് ഒരുപാട് താമസിച്ചാണ് എണീച്ചത്. പിന്നെ ഗൈസ് എൻ്റെ കാല് ഓടിക്കളിച്ച് ഇതൊക്കെ ആയിരുന്നു. ഇത്
വേദന ഉണ്ട് കേട്ടോ. അത് എൻ്റെ മറ്റേ തേങ്ങ പതിക്കുന്ന സാധനം വന്ന് കാലിൽ വീണ്. ഗൈസ്, വീഡിയോ തീർന്നു പോയി, അതുകൊണ്ടാണ് ബ്ലാങ്ക് ഇട്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു. ഇഷ്ടമാണ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രേ ഉള്ളൂ. ബൈ.